ഗെയ്സ് നമ്മളങ്ങനെ കുറേ നടന്ന് കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ഒരുപാട് അങ്ങോട്ട് നടന്നു. കുറേ ദൂരം ഉണ്ടെന്നേ. നമ്മളിപ്പോൾ ആ ഒരു ബീച്ചല്ല കേട്ടാ, ലേക്ക് എന്താ സംഗതി ഞാൻ കാണിച്ചു തരാം. മക്കളെ, നമ്മളങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളൊരു കാടിൻ്റെ ഉള്ളിലാണ് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ പേര് സൈക്കിളിനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് കുറേ ആളുകൾ നടന്നു പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ വിജനമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തേ ഒരു മരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് പോലത്തെ പാലം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടം വരെ വേണ്ട വണ്ടികളൊക്കെ പോവുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നടന്നപ്പോഴത്തേനും ഇതിൻ്റെ ഇടയിൽ റെസ്റ്റ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ നടക്കണ വഴിയൊക്കെ അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോകാം. നമ്മളങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഒരു മനുഷ്യനും നമുക്കിവിടെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ നിശബ്ദമായിട്ടുള്ളൊരു ഏരിയ. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കേട്ടോ, ഈ വഴി മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് വഴികളും ഉണ്ടായിരുന്നു. എന്തോ ആകെ ഒരു പേടിപ്പെടുത്തണ പോലെയൊക്കെ തോന്നുന്നുണ്ടായി. ഗെയ്സ് നമ്മളങ്ങനെ കുറേ നടന്ന് കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ഒരുപാട് അങ്ങോട്ട് നടന്നു. കുറേ ദൂരം ഉണ്ടെന്നേ. നമ്മളിപ്പോൾ ആ ഒരു ബീച്ചല്ല കേട്ടാ, ലേക്ക് എന്താ സംഗതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം കൊണ്ട് അങ്ങനെ നടന്ന് കണ്ടുപിടിച്ച മനോഹരമായിട്ടുള്ള സ്ഥലം. ഏതോ ഇംഗ്ലീഷ് സിനിമയിൽ ദ്വീപിൽ അകപ്പെട്ടു പോയ ഒരു സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. ഇതിങ്ങനെ ബ്രിഡ്ജ് ഒരുപാട് ഉണ്ടായിരുന്നേ. അറ്റത്തായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അറ്റം വരെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇവിടെ എന്തോരം ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ആ കാട്ടിക്കൂടി നടന്ന പോലെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ അടുപ്പിക്കാനും കയാക്കിംഗ് ഒക്കെ നടത്താനും ഒക്കെ നമുക്ക് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണെന്നറിയോ, വെള്ളത്തിൽ വലിയ വലിയ ശംഖുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ആ ബീച്ചിൽ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു ഷെല്ലുകളല്ലേ നമ്മൾ കണ്ടത്. പക്ഷെ അതൊന്നും ഒരു ഷെല്ലേ അല്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, അതിനേലും വലിയ ഈ ഭംഗിയുള്ള ശംഖ് പോലത്തെ ഐറ്റംസുകൾ ഈ വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനാണ്? അങ്ങനെ ഇറങ്ങി വില മുങ്ങിപ്പോവേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷേ താഴെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് എടുത്തേനായിരുന്നു. അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ താഴെ. ആ വെള്ളത്തിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കാരണം അവിടുന്ന് പോകാനേ തോന്നില്ല. നോക്കിക്കണ്ടേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. വലിയ രീതിയിലുള്ള ശംഖുകളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മളിവിടുന്ന് പോവുകയാണ്. ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ. പക്ഷെ ഇറങ്ങണ ആളുകളുണ്ടാവുമായിരിക്കും. എന്തോരം ശങ്കാർന്ന് എവിടെയൊക്കെ കാണാട്ടോ. ഇതിപ്പോൾ നോർത്ത് കല്ലിന എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. എംബ്രാൾഡ് ഐസിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതിൽ ഐസിലിന് നമ്മൾ വേണമെങ്കിൽ അയിൽ നിന്നും അവിടെ ഉച്ചാരണം വരുന്നുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും അടിപൊളി സ്ഥലം തന്നെയാണ്. ഈ പക്ഷികളൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ തട്ടേക്കാടൊക്കെ പോലത്തെ ഒരു സ്ഥലം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പല വെറൈറ്റി പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളെല്ലാം നേരായ വഴിയിലൂടെയൊന്നല്ല കേട്ടോ. ആ കാണുന്ന കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ വഴികളുണ്ട്. അതിലൂടെയൊക്കെയാണ് ആൾക്കാരൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഇതുമാതിരത്തെ ഇങ്ങനെ ചതുപ്പുകളൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഇവിടെ. നമ്മളങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതേ 2 ടൈപ്പ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ ഒരു സ്റ്റാർട്ടറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ ഒരു അറബിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ആ ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളിതേ 2 ടൈപ്പ് ഒരു മന്തി പോലെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടനും പിന്നെ ഒന്ന് ചിക്കനും ബീഫൊക്കെ കൂടിയുള്ള ഒരു മിക്സിംഗ് ഒക്കെ ആയിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മളവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഇതേ നോക്കിക്കണ്ടേ 3:10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഫുള്ളും ഉൾവഴികളിലൂടെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ ന്യൂജേഴ്സിയിലേക്ക് പോകണമെന്നുള്ളത്.
അപ്പോൾ അതേ നമ്മൾ ഫുള്ള് ഉൾവഴികളാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നോർത്ത് കരോലിനയുടെ ഫുള്ള് ഉൾഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ പോണേ. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. മറ്റേന്ന് വെച്ചാൽ ഹൈവേയിലൂടെ പോകുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അവാർഡ് പടം കാണാൻ പോലെയാണെന്നേ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ ഇത് നോക്കിക്കണ്ടേ, നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതും എല്ലാം ഒറ്റ നില വീടുകൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ന്യൂജേഴ്സിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ കഴിഞ്ഞത്. വളരെ കുഞ്ഞു കുഞ്ഞു വീടാണ്, വലിയ ഒരു ആഡംബരം നിറഞ്ഞ വീടുകളൊന്നും നമുക്ക് ഈ പോകുന്ന പോക്കിനൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് തോട്ടങ്ങളും ഫുള്ള് കാടുകളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കിലോമീറ്ററുകൾ ഇങ്ങനെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഉൾവഴി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്കിന്ന് കുറച്ചധികം നേരം വണ്ടി ഓടാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്തത് വെർജീനിയ സ്റ്റേറ്റിലേക്കാണല്ലോ കിടക്കുന്നത്. അപ്പോൾ വെർജീനിയ സ്റ്റേറ്റിലായിട്ട് നമുക്ക് അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വഴിയുണ്ട്. അത് നമുക്കൊന്ന് കടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു റോഡ് ട്രിപ്പ് നടത്തുകയാണല്ലോ, അപ്പോൾ ഒരു വെറൈറ്റി വഴി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ ഒരേ വഴി തന്നെ വഴി കാണുമ്പോൾ ഒരു ബോറിങ് ആവുമല്ലോ. അതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, കാണാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം. പിന്നെ മാത്രമല്ല, വലിയ വഴിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് സുഖമായിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ നോക്കിക്കേണ്ട ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ വെർജീനിയ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇത്ര നേരം വരെ ഞാൻ വന്ന വഴിയിലൊന്നും അങ്ങനെ വലിയ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്റ്റേറ്റിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നായിരുന്നേ. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ചില്ലി ഗോപിയും അതുപോലെ തന്നെ ചിക്കൻ 65 ആണ് ആദ്യം ഓർഡർ ചെയ്തത്. പിന്നെ അതേ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കോഫിയും. പിന്നെ അതേ നമ്മളൊരു വലിയൊരു പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. വലിയ പൂരി എന്ന് പറഞ്ഞാൽ ഇതേ നോക്കിക്കിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരു ബെഡ്ഷീറ്റിൻ്റെ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. ക്യാമറയിൽ ചിലപ്പോൾ അത് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല, എന്ത് വലിയ പൂരിയായിരുന്നു എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ തന്നെ അതേ കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളങ്ങനെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള വഴിയിലേക്കാണോ നമ്മളിപ്പോൾ കടന്നേക്കണത്. അതായത് നോക്കിക്കണ്ടേ, ഇതിപ്പോൾ ഒരു പാലമാണ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പാലം ഏകദേശം ഒരു 28 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ ഒരു പാലവും. പിന്നെ അതുപോലെ തന്നെ ടണലും. അതായത് നമ്മളിപ്പോൾ ഫുള്ള് കടലിൻ്റെ മീതെ കൂടെയാണതേ പോണത്. ഇപ്പോൾ അതേ ഫുള്ള് പാലമാണ്. ആ കടലൊക്കെ നമുക്കിതേ അത്ര താഴ്ചയില്ലാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ പകൽ വരുന്നതെന്ന് ശരിക്കും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ആ പാലത്തുമ്മ കൂടി കടന്ന് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ നോക്കിക്കണ്ടേ, ഇനി നമ്മൾ ടണലിൽ കൂടിയാണ് പോണത്. ഈ ടണൽ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു ടണലാണ്. ഞെട്ടിയില്ലേ നിങ്ങൾ? ശരിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കടലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ടണലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ കുറേ ടണലുകളൊക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടാവും. എന്തെങ്കിലും നമ്മളിത് നേരിട്ട് അനുഭവിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. നോക്കിക്കണ്ടേ, എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ ടണലൊക്കെ സെറ്റ് ചെയ്തേക്കണേന്ന്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇത് കണ്ടപ്പോൾ അറിയോ കടലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഒരു ഇത് ടണൽ പോണേന്നുള്ളത്. എന്താല്ലേ, ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ഫീൽ ഉണ്ടായിരുന്നേ. ഈ ഒരു റോഡ് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ ഉണ്ടായിരുന്നു ഈ ഒരു ടണൽ. അങ്ങനെ നമ്മൾ ആ ടണലൊക്കെ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോഴും കരയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനിയും നമ്മൾ പാലത്തുമ്മ കൂടി തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ നോക്കിക്കണ്ടേ, എത്ര നേരമായി നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു പാലത്തുമ്മ കൂടി ഒരുപാട് കിലോമീറ്ററുകൾ വീണ്ടും യാത്ര ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വഴിയിൽ അധികം ആളുകളെയൊന്നും നമുക്ക് അങ്ങനെ കാണാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എത്ര എന്നാലും കടലിൻ്റെ മീതെ കൂടിയല്ലേ നമ്മൾ പോണത്. പക്ഷേ എങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പോലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ
ടോളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിലേക്കും ഈ ഒരു ടണലിലേക്കൊക്കെ കിടക്കണത്. അങ്ങനെ നമ്മളിതേ കുറേ നേരം പാലത്തുമ്മൂടെ പോയി നമ്മൾ വീണ്ടും അടുത്ത ടണലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ഭാരം, ഒരു ടണൽ, അത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നേരിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ കിലോമീറ്ററുകളായിട്ട് കടലിൽ കൂടി തന്നെയാണ് യാത്ര. പാലത്തും കൂടി പോകുന്നു, ടണലിൽ കൂടി പോകുന്നു, അങ്ങനെ ഒരുപാട് ദൂരം, ഏകദേശം ഒരു അരമണിക്കൂറിലും വീതം ഉണ്ടായി. നോക്കിക്കണ്ടേ മാപ്പിൽ ഫുള്ള് വെള്ളത്തിൽ കൂടിയല്ലേ നമ്മുടെ യാത്ര. ഭയങ്കര അത്ഭുതം തോന്നിയില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും അങ്ങനെ അതേ പാലത്തുമ്മേക്കാണ്ടോ കയറിയേക്കണം. കര എത്തിയിട്ടില്ലാന്നേ, അതാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് രണ്ട് എന്താ പറയുക മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഐലൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ റെസ്റ്റ് ഏരിയ, പെട്രോൾ പമ്പ്, അങ്ങനെ അതൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ഒരു മനുഷ്യവാസം അങ്ങനെയുള്ള ഒന്നുമുള്ള ഒരു ഐലൻഡൊന്നുമല്ല. എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പകലൊക്കെ വന്നോ കേട്ടോ. ഞങ്ങളെന്തായാലും വേറൊരു ദിവസം പകൽ വന്നോ എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട്. കാരണം വെച്ചാൽ വെർജീനിയ ബീച്ച് ഇതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ ബീച്ചിലൊക്കെ വന്നോന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാലം കടന്നിട്ട് തന്നെ വേണം. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു പാലത്തുമ്മ കൂടി കടന്ന് ഇപ്പോൾ അതേ ഏകദേശം ചെറിയൊരു ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ എത്താറായേക്കണത്. പക്ഷേ ആ ഐലൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വലിയ മനുഷ്യവാസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രാത്രിയൊക്കെ ഇതിലൂടെ പോകുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയണ പോലെയൊന്നും അല്ല, ശരിക്കും അതൊക്കെ അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫീലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ആ ഒരു ഐലൻഡിലേക്ക് കടന്നപ്പോൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് ഇവിടെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു, പെട്രോൾ പമ്പൊക്കെ കണ്ടായിരുന്നു. അല്ലാതെ വേറെ വീടുകളോ കടകളോ അങ്ങനെ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ദേ പാലത്തുമ്മ കൂടി കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഐലൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഐലൻഡായിരുന്നേ. ഒരുപാട് റിസോർട്ടുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കടകളും വീടുകളും ഒക്കെ ഉള്ളൊരു ഐലൻഡായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പകലും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഒരു യാത്ര ഇതിനു വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ റൂട്ട് മാറ്റി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഓഷൻ സിറ്റി അങ്ങനെ ഒരുപാട് ബീച്ചുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പോകുന്ന റൂട്ടീന് അധികം ദൂരത്തല്ല കേട്ടോ ഈ പറയണ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബീച്ചുകളൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങാനുള്ളൊരു ടൈമൊന്നുമില്ല. നോക്കിക്കേണ്ട ഇപ്പം സമയം 2:50 ആയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, ഇപ്പം ഈ രാത്രി ഒരുപാട് ലേറ്റായിട്ടുള്ള യാത്രകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ റിസ്ക്കിയാണ്, നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഉറങ്ങി റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു അമേരിക്കയിലായതുകൊണ്ടിട്ട് നമുക്ക് റെസ്റ്റ് ഏരിയാസൊക്കെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ്. നമുക്ക് അവിടെയൊക്കെ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തിയിടാനൊക്കെ സാധിക്കും. പിന്നെ പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ടും അവിടെ നമ്മളങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ നോക്കിക്കണ്ടേ 5:45 നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കമൊക്കെ വന്നിട്ടാണെങ്കിലും പിള്ളേരൊക്കെ വണ്ടിയിലൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാനും ഹസ്ബൻഡും ആണ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കണത്. എങ്കിലും നമ്മൾ ഉറക്കം വരുമ്പോൾ ഒന്നും അങ്ങനെ വണ്ടിയൊന്നും ഓടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഇടയ്ക്കൊക്കെ നിർത്തിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം നമ്മുടെ ന്യൂജേഴ്സി എത്തിയപ്പോഴത്തേനും നോക്കിക്കണ്ടേ 6:22 നേരം വെളുക്കാറായിട്ടുണ്ടായിരുന്നു. ഇത്രയും ദീർഘമായിട്ടുള്ളൊരു യാത്ര നമ്മൾ ഇതുവരെയും ഇത്രയും അങ്ങനെ ലേറ്റ് ആയിട്ടില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷീണമായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർത്ത് കരോലിനയിൽ നിന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 6:45 കേട്ടോ. നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കണ്ടേ ഈ ഒരു ഫുള്ള് ഡേ നമ്മൾ യാത്ര
യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു യാത്ര. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ഉറക്കമൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ടായിരുന്നു നമ്മുടെ ഇന്നൊരു യാത്ര. പക്ഷെ ഇങ്ങനെയൊന്നും ആരും യാത്ര ചെയ്യരുത് കേട്ടോ. കാരണം വെച്ചാൽ വളരെ റിസ്ക്കാണ്. ആ ഒരു റിസ്ക് എടുത്തിട്ടൊന്നും ആരും യാത്ര ചെയ്യരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദീർഘയാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അമേരിക്കൻ വിശേഷവും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.